ഇന്ന് ഞങ്ങൾ കോളേജിൽ പോകാത്തൊരു ദിവസമാണ്. ഞങ്ങളെന്ന് പറയുമ്പോഴത്തേക്കും ഞാനും എൻ്റെ ഫ്രണ്ട് ദേവനന്ദ എൻ്റെ റൂംമേറ്റാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും പോയില്ല. അവൾക്ക് പീരിയഡ്സിൻ്റെ ആയിട്ടുള്ള വയറുവേദന, എനിക്ക് ചുമയുണ്ടായിരുന്നു, ജലദോഷം ഉണ്ടായിരുന്നു. അപ്പം റൂമിലിരിക്കാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും സീനിയേഴ്സ് വന്നിട്ട് പറഞ്ഞു ഹോസ്പിറ്റലിൽ എന്തായാലും പോകണം, കാണിച്ചാലേ പറ്റത്തുള്ളൂ. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ താഴത്തെ റൂമിൽ നിന്ന് ഞങ്ങളുടെ ബാച്ചിൽ തന്നെ രണ്ട് പിള്ളേർ കൂടി ഉണ്ടായിരുന്നു. അവർക്കും വയ്യാതായിട്ട് അവരും ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ഞങ്ങളുടെ കൂടെ. ഹോസ്പിറ്റൽ വളരെ അടുത്താണ്, തൊട്ടടുത്ത് 2 മിനിറ്റ് നടക്കാൻ അത്ര ദൂരമുണ്ട്. അങ്ങനെ ഞങ്ങൾ കയറി ചെന്നു. അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ വെയിറ്റൊക്കെ എടുത്തു. ഇവിടെ ഉണ്ടായിരുന്ന സിസ്റ്റേഴ്സൊക്കെ ഞങ്ങളുടെ ക്ലാസ്സിൽ ഞങ്ങളുടെ കോളേജിലെ ചേച്ചിമാരാണ്, ഞങ്ങളുടെ സീനിയേഴ്സാണ്. അവരിവിടെ പോസ്റ്റിങ്ങിന് വന്നിരിക്കുകയാണ്. അങ്ങനെ അവരാണ് ഞങ്ങൾക്ക് വൈറ്റൽസൊക്കെ എടുത്ത് ചെക്ക് ചെയ്ത്, പിന്നെ ഞങ്ങൾ ഡോക്ടറിനെ കാണിക്കാൻ വേണ്ടിയിരുന്നു. അത് ഞങ്ങളെല്ലാവരും പോയി കാണിച്ചു. അങ്ങനെ ഡോക്ടറിനെ കാണിച്ചു വന്നപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു ഒരാഴ്ചത്തെ മരുന്ന് കഴിക്കുക, അല്ലെങ്കിൽ നമുക്കൊരു ബ്ലഡ് ടെസ്റ്റ് എടുക്കാൻ മാറിയില്ലെങ്കിൽ എന്നിട്ട് നമുക്ക് ആൻറ്റിബയോട്ടിക് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് കാണിച്ച് ഞങ്ങൾ ഇറങ്ങി ഫാർമസിയിൽ നിന്ന് മരുന്നൊക്കെ മേടിച്ച് കഴിഞ്ഞിട്ട് എല്ലാം അവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ തിരിച്ച് കോളേജിൽ വന്നു. അപ്പോൾ ഇന്ന് രാവിലെ അപ്പവും സ്റ്റൂ ആയിരുന്നു. അപ്പോൾ അത് കഴിച്ചുകൊണ്ട് ഭയങ്കര ക്ഷീണമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഉറങ്ങാൻ വേണ്ടി കയറിയതാണ്. പക്ഷേ ചുമ ചതിച്ച് ഗൈസ്, എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല ഒരു തുള്ളി പോലും. പിന്നെ ഉച്ചയായപ്പോൾ അതിൽ ക്ലാസ് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും പിന്നെ ഒട്ടും ഉറക്കം നടത്തില്ല. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഓക്കെ ബൈ.